മരിയ ഷറപ്പോവ. മുഴുവൻ പേര് മരിയ യൂറിയോവ്ന ഷറപ്പോവ. ഒരു റഷ്യൻ പ്രൊഫഷണൽ ടെന്നീസ് താരമാണ് ഷറപ്പോവ. ജനനം 1987 ഏപ്രിൽ 19. 2014 ജൂലൈ 7 വനിതാ ടെന്നീസ് അസോസിയേഷൻ WTA റാങ്കിംഗ് പ്രകാരം 6ാം സ്ഥാനത്തുള്ള ഷറപ്പോവ ഏറ്റവും ഉയർന്ന റാങ്കിങ്ങുള്ള റഷ്യക്കാരിയുമാണ്. വനിതാ ടെന്നീസ് അസോസിയേഷനു കീഴിൽ WTA റഷ്യയുടെ ബാനറിൽ കളിച്ചെങ്കിലും 5 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ഉൾപ്പെടെ 32 WTA കിരീടങ്ങൾ നേടിയ ഷറപ്പോവ 1994 മുതൽ അമേരിക്കൻ ഐക്യനാടുകളിൽ സ്ഥിര താമസക്കാരിയാണ്. 2001 മുതൽ 2020 വരെ മൊത്തം 21 ആഴ്ചകളിൽ 5 വ്യത്യസ്ത അവസരങ്ങളിൽ WTA പര്യടനങ്ങളിൽ പങ്കെടുത്ത ഷറപ്പോവ സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരമായിരുന്നു. കരിയർ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയ 10 വനിതകളിൽ ഒരാളാണ് ഷറപ്പോവ. 2012 ലണ്ടനിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ വനിതാ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയ ഷറപ്പോവ ഒളിമ്പിക്സ് മെഡൽ ജേതാവും കൂടിയാണ്. 2005 ഓഗസ്റ്റ് 22 ലോക 1-ാം നമ്പർ താരമായ ഷറപ്പോവ അവസാനമായി 1-ാം നമ്പർ കരസ്ഥമാക്കിയത് 2012 ജൂൺ 11. ആദ്യകാല ജീവിതം. ഷറപ്പോവ 1987 സോവിയറ്റ് റഷ്യയിൽ ന്യാഗനിൽ ജനിച്ചു. മാതാപിതാക്കളായ യൂറി, യെലോന എന്നിവർ മുൻ സോവിയറ്റ് ബെലാറസിലെ ഗോമെൽ നഗരത്തിൽ നിന്നുള്ളവരാണ്. 1986 ചോർണോബിൽ ആണവ ദുരന്തത്തിൻ്റെ പ്രാദേശിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കയാൽ മറിയ ഷറപ്പോവ ജനിക്കുന്നതിനു മുമ്പ് തന്നെ മാതാപിതാക്കൾ മാതൃഭൂമി ഉപേക്ഷിച്ചു പോയി. ഷറപ്പോവയ്ക്ക് 3 വയസ്സുള്ളപ്പോൾ കുടുംബം റഷ്യയിലെ ക്രസ്നോഡർ ക്രോയിയിലെ സൂചിയിലേക്ക് മാറി. ഷറപ്പോവയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ ആദ്യത്തെ ടെന്നീസ് പന്തുമായി പരിചയത്തിലായി. ഷറപ്പോവയുടെ പിതാവ് യൂറി അലക്സാണ്ടർ കപെലിക്കോവുമായി രംഗാത്തം കൂടി. അദ്ദേഹത്തിൻ്റെ മകൻ യെവ്ജെനി 2 ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ നേടുകയും റഷ്യയുടെ 1-ാം ലോക റാങ്കിംഗ് ടെന്നീസ് കളിക്കാരനായ വ്യക്തിയായിരുന്നു. 1991 4 വയസ്സുള്ളപ്പോൾ അലക്സാണ്ടർ ഷറപ്പോവയ്ക്ക് ആദ്യത്തെ ടെന്നീസ് റാക്കറ്റ് നൽകുകയും തുടർന്ന് ഒരു പ്രാദേശിക പാർക്കിൽ പിതാവിനോടൊപ്പം പതിവായി പരിശീലനം തുടങ്ങുകയും ചെയ്തു. മുതിർന്ന റഷ്യൻ പരിശീലകനായ യൂറി യുവചക്കിനൊപ്പം മറിയ ഷറപ്പോവ തൻ്റെ ആദ്യത്തെ ടെന്നീസ് പാഠങ്ങൾ അഭ്യസിക്കുകയും ചെയ്തു. ഷറപ്പോവയുടെ കളി അദ്ദേഹത്തെ തൽക്ഷണം മതിപ്പുളവാക്കുകയും കളിയിൽ മറിയയുടെ അസാധാരണമായ കൈകളുടെയും കണ്ണുകളുടെയും ഏകോപനം ശ്രദ്ധിക്കുകയും ചെയ്തു.